ഞാൻ അടുക്കളയിലുള്ള കുറച്ച് സാധനം കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. ആട്ടമാവ് കുഴച്ച് നമ്മൾ ചപ്പാത്തിയുടെ പരുവത്തിലാക്കി വെച്ചിട്ട് നല്ല ഇടിച്ച് നല്ല മയത്തിലാക്കി ചപ്പാത്തി പരുവത്തിലാക്കി വെച്ച് ഒരു ഉരുളൻകിഴങ്ങ് നമ്മൾ പുഴുങ്ങിയെടുത്ത് മാറ്റി വെച്ച് കുറച്ച് സാധനം ഉള്ളതുകൊണ്ട് ഞാനൊരു ഉരുളൻകിഴങ്ങ് എടുത്തോളൂ. തോനെ മാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ സാധനങ്ങളെടുക്കാം. ഉരുളൻകിഴങ്ങ് പൊടിച്ച് നമ്മൾ എടുക്കണം. കുഴഞ്ഞു പോകരുത്. കൈ കൊണ്ട് കുഴച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും. പൊടിച്ച് ഇങ്ങനെ എടുക്കണം. പൊടിച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കണം. പൊടി കുഴഞ്ഞു പോകരുത്. കുറച്ച് ഉള്ളി, കുറച്ച് മുളക് അരിഞ്ഞ് ചെറിയ ഇതാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് മല്ലിയില ഞാൻ ചേർക്കുന്നില്ല. കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇങ്ങനെ മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി പെരുംജീരകം, വലിയ ജീരകവും കുരുമുളകും മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ കൂടുതൽ മസാലയൊന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. ഇത് രണ്ടും മാത്രമേ ചേർക്കുന്നുള്ളൂ. എൻ്റെ കയ്യിൽ ഇച്ചിരി കൊച്ചുങ്ങൾക്ക് വറുത്ത ചിക്കൻ്റെ ബാലൻസ് ഇരുന്നത് ഇച്ചിരി മഞ്ഞളും ഉപ്പും വെളുത്തുള്ളി ഒക്കെ ചേർത്തിട്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ചേർത്ത് ഇച്ചിരി വേവിച്ച് വെച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് പൊടിച്ചെടുക്കണം. അത് ഇതിൻ്റെ കണക്ക് പൊടിച്ച് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഉരുളൻകിഴങ്ങ് പൊടിച്ചെടുത്തതും ചിക്കൻ ഞാനെടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും ഈ ഉള്ളിയും പച്ചമുളകും എടുത്ത് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചെടുത്തോട്ട് ഞാൻ ഉരുളൻകിഴങ്ങ് പൊടിച്ചതിട്ടുന്നു. ചിക്കൻ പൊടിച്ച് വെച്ചത് അതും അങ്ങോട്ട് ഇട്ട് നേരത്തെ പൊടിച്ച് വെച്ച പെരുംജീരകവും കുരുമുളക് പൊടിയും കൂടെ പൊടിച്ച് എടുത്ത് വെച്ചത് പൊടിച്ചിട്ട് അതും കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നു. മല്ലിയില ഉണ്ടെങ്കിൽ നമുക്കത് ഇടേണ്ടത് ഏറ്റവും ടേസ്റ്റ് ഉണ്ട്. എൻ്റെ മല്ലിയില ഇല്ല. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ ഗോതമ്പ് കുഴച്ച് വെച്ചത് ചപ്പാത്തിയെക്കാട്ടി ഇച്ചിരിയും കൂടെ ചപ്പാത്തിക്ക് ഉരുള ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഇച്ചിരി വലിപ്പത്തിൽ ഉരുള ഉണ്ടാക്കി ഓരോന്നും മാറ്റി വെക്കണം. ഇച്ചിരി വലിപ്പത്തിൽ. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് ഈ എടുത്ത് വെച്ച പൊട്ടറ്റോ ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കൈ കൊണ്ട് പരത്തി ഒന്ന് ചെറിയ ഒരു കൈവെള്ളയുടെ വെച്ച് പരത്തി എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഫില്ല് ചെയ്യണം. നല്ല ഒതുക്കി അങ്ങോട്ട് എടുത്ത് നല്ല ഫില്ല് ചെയ്ത് എല്ലാം നിറച്ച് മാറ്റി വെക്കണം. നല്ലതുപോലെ എല്ലാം പൊട്ടിപ്പോവാതെ അകത്തോട്ട് നല്ല ഫില്ല് ചെയ്ത് മാറ്റി വെക്കണം എല്ലാം. അത് കഴിഞ്ഞ് നമ്മൾ ചുട്ടെടുക്കാൻ പോവുകയാണ്. നമ്മളത് പൊട്ടിപ്പോവാത്ത രീതിയിൽ കൈ കൊണ്ടൊന്ന് മാവ് തൊട്ട് ഒന്ന് നിരത്തി ചപ്പാത്തി കല്ല് പരത്തുന്നതിനകത്ത് വെച്ച് പരത്തി ഒന്ന് പൊട്ടിപ്പോവാതെ ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ചെറിയ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ചുട്ടെടുക്കുന്നു. ഇച്ചിരി നെയ്യോ എണ്ണയോ പുരട്ടി നല്ലതുപോലെ ചുട്ടെടുത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ഇത് കിട്ടും. നല്ല എണ്ണ ഇട്ടിട്ട് ചുട്ടെടുക്കണം. നല്ല സോഫ്റ്റായിട്ടുള്ള ആലു പൊറോട്ട ഉണ്ടാക്കുന്നത് പോലെ ഇതിനകത്ത് മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള തട്ടിക്കൂട്ടായിട്ട് പെട്ടെന്ന് ചെയ്യുന്ന ഒരു ഡിഷ് കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലത് ആണത്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണത്.